ഡോക്ടർ, ഭൂരിഭാഗം ഗേൾസിനെയും ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഡാർക്കർ അണ്ടർആംസ് എന്നുള്ളത്. ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഗേൾസിന് മാത്രമല്ല എല്ലാവർക്കും ഒരു പ്രോബ്ലമാണ് ഡാർക്ക് അണ്ടർ ആംസ്. അത് ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യം, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ബേസിക്കലി നമ്മുടെ സ്കിന്ന് ഫോൾഡ് ചെയ്തിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പൊതുവെ സ്കിന്ന് കുറച്ച് പിഗ്മെന്റഡ് ആയിരിക്കും. അണ്ടർ ആംസിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ സ്വെറ്റ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻസ് അങ്ങനത്തെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ കൂടുതലാണ്. അതേപോലെ തന്നെ സ്വെറ്റ് ഭയങ്കരമായിട്ട് കൂടുതൽ വരണം. അപ്പോൾ വാട്ടർ ലോസ് കൂടുതലായിട്ട് വരുന്ന ഒരു ഏരിയയും കൂടിയാണ് നമ്മുടെ അണ്ടർ ആംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു സ്കിൻ ബാരിയർ ഫംഗ്ഷൻ കുറച്ചൊരു കോംപ്രമൈസ്ഡ് ആയിരിക്കും. നമ്മുടെ സ്കിന്നിന്റെ ബാക്കിയുള്ള ഭാഗത്തെ സ്കിന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ സ്കിന്ന് കുറച്ചൊരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ്. കാരണം എപ്പോഴും വാട്ടർ ലോസും കാര്യങ്ങളും ഉണ്ട്, ഒരുപാട് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്, ഒരുപാട് ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്, ഇതൊക്കെയുണ്ട്. പിന്നെ നമ്മൾ ഈ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേവ് ചെയ്യും, അല്ലെങ്കിൽ എപ്പിലേറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ പല രീതിയിൽ അത് റിമൂവ് ചെയ്യാൻ വാക്സ് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊക്കെ ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഉണ്ടാകും. എവിടെ നമ്മുടെ സ്കിന്നിൽ ഫ്രിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ഷേവിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ക്രബ്ബർ യൂസ് ചെയ്യാനായിക്കോട്ടെ, എന്ത് രീതിയിലുള്ള ഫ്രിക്ഷൻ സ്കിന്നിൽ എവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ മൈക്രോ ട്രോമാസ് ഉണ്ടാവും സ്കിന്നിൽ, ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഉണ്ടാവും സ്കിന്നിൽ, നമ്മൾ കണ്ണുകൊണ്ട് കാണില്ല. ഈ ഇഞ്ചുറീസ് ഒക്കെ ഹീൽ ചെയ്യുമ്പോൾ സ്കിന്ന് കൂടുതൽ പിഗ്മെന്റഡ് ആയിട്ട് വരും. അത് നമ്മൾ നോർമലി നമുക്കിപ്പോൾ ഒരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ പോലും അത് ഹീൽ ചെയ്യുമ്പോൾ കറുപ്പ് കളർ വരുന്നത് കാണാം. അതേപോലെ തന്നെയാണ് എന്ത് മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാലും ഏത് രീതിയിലുള്ള ഫ്രിക്ഷനോ ഷേവ് ചെയ്തിട്ടോ പല രീതിയിലും ചെറിയ മൈക്രോ ട്രോമാസ് ഉണ്ടാകുമ്പോൾ അത് ഹീൽ ചെയ്യുമ്പോൾ പിഗ്മെന്റഡ് ആയിട്ട് വരും. അങ്ങനെയാണ് പൊതുവെ കാലങ്ങളായിട്ട്, ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് ആണ് ഇത്. പെട്ടെന്ന് ഉണ്ടാവണോ അല്ല, ഇത്രയും കാലം നമ്മൾ ഷേവ് ചെയ്തും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ടായി, ഫ്രിക്ഷൻ ഉണ്ടായി. ഓൾറെഡി നമ്മൾ ഫ്രിക്ഷൻ നമ്മൾ കൈ ഇങ്ങനെ മടക്കിയിട്ടാണല്ലോ എപ്പോഴും ഇരിക്കുന്നത്. അതേപോലെ തന്നെ സ്കിന്ന് തമ്മിലുള്ള ഫ്രിക്ഷൻ ഉണ്ടാവും, ഷെയ്ഡിങ്ങിനുള്ള ഫ്രിക്ഷൻ ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ഇൻഫ്ലമേഷനും കാരണം കൊണ്ടുമാണ് അണ്ടർആംസ് കൂടുതൽ ഡാർക്ക് ആവുന്നത്. പിന്നെ വെയിൻ ഗെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ ഇതേപോലെ സ്കിന്ന് കൂടുതൽ പിഗ്മെന്റഡ് ആവും അണ്ടർആംസ് ഒക്കെ. അതിൽ നമുക്ക് ഷുഗർ വരാൻ സാധ്യതയുള്ള ആളുകളിലോ PCOD ഉള്ള ആളുകളിലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇതേപോലെ ഡാർക്കർ അണ്ടർആംസ്. ഒന്നാമത്തെ കാര്യം ഹെയർ റിമൂവൽ കുറച്ചും കൂടി ബെറ്റർ ആക്കുക എന്നുള്ള, ലൈക്ക് ലേസർ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ റിഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം, ഷേവിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. രണ്ടാമത്തത് നമുക്ക് പീലിംഗ് ചെയ്യാം, കെമിക്കൽ പീലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ലേസേഴ്സ്, പല രീതിയിലുള്ള ക്രീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അണ്ടർലൈങ് എന്തെങ്കിലും കണ്ടീഷന്റെ കാരണമാണ് ഡാർക്കർ അണ്ടർആംസ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതുകൂടി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ. യൂഷ്വലി കോമൺ ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന, വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാവുന്ന ഒരു സംഗതി തന്നെയാണ് ഡാർക്കർ അണ്ടർആംസ്. പേടിക്കേണ്ട കാര്യം.